മക്കളെ, ഇതാ മിസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വീഡിയോവുമായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയുമായിട്ട്. മിസ് ആ വീഡിയോ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ മിസ് ഇത് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണെടാ മിസ് വന്നിരിക്കുന്നത്. എന്തിനടാ? പത്രലേഖൻ. ഈ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണെടാ. നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 8 മാർക്കിന് ചോദിക്കുന്നതാണ്. 8 മാർക്കിന്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, എങ്ങനെയാണ് ഈ പത്രം എഴുതേണ്ടത്? നിങ്ങൾക്കറിയാം പത്രം എന്നുള്ളത് 2 തരം എന്നത് എൻ്റെ മക്കളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളിത് അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഫോമലായിട്ട് എഴുതേണ്ടത് അല്ലേ, നമ്മുടെ സർക്കാരുമായിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ കളക്ടർമാർക്കോ അങ്ങനെയുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലടാ. അങ്ങനെ എഴുതുന്നതാണടാ ഈ ഔപചാരിക് പത്രം, ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി അനൗപചാരിക് പത്രം നമുക്ക് പഠിക്കാനുള്ള എന്താണെടാ? ഈ അനൗപചാരിക് പത്രമാണ്. നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുന്നത്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അച്ഛന്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് എഴുതുന്നത് അല്ലേ, നമ്മുടെ അനിയന്മാർക്ക്, നമ്മുടെ അനുജത്തിമാർക്ക്, ചേട്ടന്മാർക്ക്, ചേച്ചി, അങ്ങനെ എഴുതുന്നത്. അതാണ് അതിനൊരു ഔപചാരികത വേണോടാ? വേണ്ട. അതാണ് അനൗപചാരിക ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ. അപ്പോൾ മക്കളെ, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ലെറ്റർ എഴുതുന്ന സമയത്ത്? നമുക്കറിയാം പത്രയ്ക്ക് ഊപ്പർ ധായേ ഓർ സ്ഥാൻ ഓർ താരിഖ് അനിവാര്യ ഹെ. ഒരു പത്രൻ്റെ ഫോർമാറ്റ് എൻ്റെ മക്കൾക്ക് അറിയാം. ഒരു പത്രൻ്റെ ഊപ്പർ, അതിൻ്റെ ഇവിടെ എന്ത് വേണം? അതിൻ്റെ ദായം സ്ഥാൻ ഓർ താരിഖ്, ഏതാണ് സ്ഥലം, അതേപോലെ താരിഖ്, ഇതൊക്കെ നിർബന്ധമാണടാ മക്കളെ. ദിയേ ഗയേ പ്രസംഗ കെ അനുസാർ ജിസ്കോ പത്ര ലിഖാ ചാത്താ ഹെ ഉസി കെ അനുരൂപ് സംബോധൻ കർണാ ഹെ. ആരാണോ ആ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഇന്നയാൾക്ക് കത്തയക്കൂ. അപ്പം അത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് നോക്കുക, ആർക്കാണ് കത്തയക്കുന്നത് നോക്കുക. അതനുസരിച്ച് വേണം നിങ്ങൾ സംബോധന ചെയ്യാൻ. ചിലപ്പോൾ മിത്രാണെങ്കിൽ പ്രിയമിത്ര, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൂത്തവർക്ക്, അതായത് നമ്മുടെ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ മാതാക്കന്മാർക്കോ അങ്ങനെ ഉണ്ടാവില്ലടാ. നമ്മുടെ മാതാ അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അങ്ങനെയുള്ള റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കാണ് ചില ആദരണീയ ഗുരുജൻ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി കലേവരം വേ ഭാത്തെ ആത്തേ ഹേ വേ പ്രേക്ഷക ബത്താനാ ചാത്ത, അതായത് എന്താണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം സംബോധന കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുക. അതിൻ്റെ നീച്ചേ ഹസ്താക്ഷര നാം ഹോത്താ ഹേ, ഇവിടെ എന്താ ഹസ്താക്ഷര നാമം കൊടുക്കുക. ഭായി ഓർ പത്രമാനെ വാല, അവർക്ക് നാമപദ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, നമ്മളിത് നോക്കടാ, നമുക്ക് നോക്കാം. അതിന് മുന്നേ പത്രം എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ആ ബടോക്കേന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും പത്ര തയ്യാർ കരേ അല്ലേ, മിത്രകേലേക്ക് പത്ര തയ്യാർ കരേ അല്ലേ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് മിസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇനി ബടോക്കേന, ഇനി മാതാപിതാ, ബഡേ ബായ് ബഹനി, ആരായിക്കോട്ടെ അല്ലേ. അപ്പം ഇനി അവർക്കുള്ളത് അല്ലേ, അവപ്പോൾ ഇനി ചേട്ടനോ ചേച്ചിയോ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ഗുരുക്കന്മാർക്കോ ആർക്കോ ആയിക്കോട്ടെ, സംബോധന എങ്ങനെ വേണം? പൂജ്യവർ, ആദരണീയ, മാനനീയ, ഒരു റെസ്പെക്റ്റ് വേണം അല്ലേ. നമ്മൾ പറയില്ല, നമ്മുടെ ടീച്ചേഴ്സിനെ കണ്ടാൽ സർ അപ്പോൾ അല്ലെങ്കിൽ പ്രസംഗം നടത്തുമ്പോൾ ഉണ്ടാവില്ല ആദരണീയ ഗുരുജനോ, ബഹുമാനപ്പെട്ട, അതാണ് പൂജ്യവർ, ആദരണീയ, മാനനീയ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി അന്യനി സാദർ പ്രണാം, നമസ്തേ, നമസ്കാർ അല്ലേ, സാദർ പ്രണാമം, നമസ്തേ, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്കറിയില്ലേ, നിങ്ങളുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, അതാണ് ലാസ്റ്റ്. ആപ്കാ സദൈവ്, അല്ലെങ്കിൽ ആഖ്യാകാരി, ഭവതീയ, കൃപാകാംക്ഷി, സ്നേഹാകാംക്ഷി, ഇഷ്ടമുള്ളത് മൊത്തം എന്നല്ല, ഇതിൽ ഏതാണ് വെച്ചാലും നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കൊടുക്കാം. മനസ്സിലായല്ലോ മക്കളെ. ഇനി അടുത്തത്, ഇനി നിങ്ങളുടെ മിത്രനാണ് അയക്കണമെങ്കിലോ അത് നമുക്കറിയാം, പ്രിയമിത്ര, പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന് പറയാം. ഇനി നമസ്തേ, അത് നമസ്തേ എന്ന് മാത്രം, നമസ്തേ. ഇനി ലാസ്റ്റോ തുമാരാ മിത്ര, തുമാരാ അഭിജ്ഞ മിത്ര, നിൻ്റെ സ്വന്തം കൂട്ടുകാരൻ അല്ലെങ്കിൽ നിൻ്റെ അഭിജ്ഞ മിത്ര എന്ന് പറഞ്ഞിട്ട് അത് ലാസ്റ്റ് കൊടുക്കാം. ഇനി നിങ്ങൾ അപ്പനേസേ ചോട്ടെ, നിങ്ങളെക്കാൾ ചെറിയ ആളുകൾക്കാണ്, നിങ്ങൾ അനിയനോ അനിയത്തിക്കോ അയക്കുന്നെങ്കിലോ പ്രിയ, പ്യാരേ അല്ലേ, സ്നേഹമുള്ള എന്നൊക്കെ പറയുന്നില്ല, അല്ലെ, സുഖീരഹോ, നീ എപ്പോഴും സുഖത്തോടെ ഇരിക്കുക, നമ്മളൊന്ന് ആശീർവദിക്കുകയാണ്. നമ്മുടെ താള അനിയന്മാർക്കോ അനുജത്തിമാർക്കോ അയക്കുകയാണെങ്കിൽ അതിൽ തുമാരാ ശുഭചിന്തക, തുമാരാ ശുഭാകാംക്ഷി വേണമെങ്കിൽ ഇത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ ടഫ് വേർഡ്സ് ആണ് മിസ്സേ എന്ന് പറഞ്ഞവർക്ക് കൊടുക്കണ്ടടാ, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇനി പതിയെ ഭർത്താവിനോ ഭാര്യയ്ക്കുമാണ് കത്തയക്കണമെങ്കിലോ പ്രിയവർ,
പ്രിയതം അല്ലെ, പ്രിയതം എന്ന് കൊടുക്കാം, പ്രിയവർ എന്ന്. ഇനി അതിൽ തന്നെ സസ്നേഹ അല്ലേ, അതിലെന്താ ലാസ്റ്റ് കൊടുക്കേണ്ടത്? തുമാരാ ഹി, തുമാരാ ഹോ, ആപ്കി അഭിന്ന ഹൃദയ. കൂട്ടുകൂടടാ, ഇത്രയുള്ളടാ, വേറെ ഒന്നുമില്ല അല്ലേ, വേറൊന്നുമില്ല. അതിലെ സംബോധനയും അന്യ സ്വനിർദ്ദേശി കാര്യങ്ങളൊക്കെ ജസ്റ്റ് മിസ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേന്നുള്ളൂ. എന്താന്ന് മനസ്സിലായല്ലോ? സംബോധനകളൊക്കെ നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതായത് മാതാ പിതാ ബഡേ ബായ് ബഹൻ അവരൊക്കെ ആണെങ്കിൽ പൂജ്യവർ, ആദരണീയ മാനനീയാണ് സംബോധന ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ടിനാണെങ്കിൽ പ്രിയ മിത്ര എന്നാണ്. അതേപോലെ നിങ്ങളെക്കാട്ടും താഴെയുള്ള വ്യക്തിയായ അനിയന്മാർക്കും അനുജിത്തിമാർക്കും ആണ് കത്തയക്കണമെങ്കിൽ പ്രിയ പ്യാരെ എന്നുള്ളതാണ്. ഇനി ഭർത്താവിനോ ഭാര്യയ്ക്കെങ്കിൽ പ്രിയവർ പ്രിയതം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇതാണടാ മക്കളെ നമ്മുടെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതാണടാ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ഇതേപോലെ ബോക്സ് വരയ്ക്കുക. ഇതേപോലെ ബോക്സ് വരച്ചതിന് ശേഷം അവിടെ നോക്കിയ മക്കളെ ഫസ്റ്റ് സ്ഥാനത്തായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വലത് സൈഡിൽ നിങ്ങൾ സ്ഥാനവും ഡേറ്റും കൊടുക്കുക. എന്നിട്ടൊരു സംബോധന. പ്രിയ ആണെങ്കിൽ പ്രിയ, പ്യാരെ, അത് എന്താണ് ക്വസ്റ്റ്യൻ, ആർക്കാണോ അയക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. പ്രിയ, പ്യാരെ, ആദരണീയ, ഏതായിക്കോട്ടെ. ഇത് മുഴുവൻ എഴുതി വെക്കരുത്, ഇത് ഓറാടെ സ്ലാഷാണ് മക്കൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചോദിക്കാം, തും കേസേ ഹോ, നിനക്ക് സുഖം തന്നെയല്ലേ. അല്ലെങ്കിൽ മൂത്തവർക്കാണെങ്കിൽ, നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ മാതാപിതാ ബഡേ ബായിക്കൊക്കെ ആണെങ്കിൽ ആപ് കേസേ ഹേ, സുഖം തന്നെയല്ലേ. കുശേന, സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് വിശേഷ ബാത് ബത്താനാ ചാത്തോ, ഇത് കോമൺ ആണ്. ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഇനി ഇതാണ് പത്രത്തിൻ്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത്. എന്താണോ അത് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു പാരഗ്രാഫിൽ, അടുത്ത പാരഗ്രാഫിൽ പറയാം. എന്നിട്ട് എൻഡിങ് എങ്ങനെയായിരിക്കും? സബ്കോ മേരാ പ്രണാം. ഇനി ജവാബിക്ക് പ്രതീക്ഷാമേ, മറുപടി നൽകും എന്ന പ്രതീക്ഷയിൽ പ്യാർ കെ സാത്ത്, സ്നേഹത്തോടു കൂടിയിട്ട് ഹസ്താക്ഷര നാമ കൊടുക്കുക, ഒപ്പിടുക, അതേപോലെ പേര് കൊടുക്കുക. ഇനി സേവാമേം, ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളൊന്നും മിസ് എനിക്ക് അറിയില്ല, എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പത്രം എന്ന് കണ്ടല്ലോ, പത്ര തയ്യാർക്കാരി എന്ന് കണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടാൽ ഇതേപോലെ ബോക്സ് വരയ്ക്കുക. ഈ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇനി കോമൺ ആയിട്ടുള്ള എഴുതുന്ന കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തരുന്നത്. കോമൺ ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെടാ, നോക്കിയേ. കുശൽ മേഹന ചോദിച്ചൂടെ? ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചോദിച്ചൂടെ? കുശൽ മേഹന, സുഖം തന്നെയല്ലേ. മേ ഹാം കുശൽ ഹൂം, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ആശാ ഹേ വഹാം പർ ഭീ സബ് കുശൽ ഹോങ്കി, ഞാൻ എന്താ ആശാ ഹേ, ഞാൻ ആഗ്രഹിക്കുന്നു അവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന്. ഇനി മേരാ വിശ്വാസേക്ക് തും ജവാബ് ജറൂർ ദോഗെ, എനിക്ക് വിശ്വാസമുണ്ട് നീ എന്തായാലും ഇതിന് മറുപടി അയക്കുമെന്ന് എഴുതിക്കൂടടാ. യെസ്. മുझे ജവാബ് ദേക്കർ സാന്ത്വന ദേന, എനിക്ക് മറുപടി നൽകി എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കുമെന്ന് പറയാം. യഹാം പർ തും കബ് ആओगे, ഇവിടേക്ക് നീ എപ്പോൾ വരും എന്ന് ചോദിച്ചൂടെ? യെസ്. തുമാരി പ്രതീക്ഷാമേ മിത്ര, നീ മിത്രൻ അയക്കുകയാണെങ്കിൽ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു മിത്ര അല്ലേ. മിത്ര വേണമെങ്കിൽ തുമാരി പ്രതീക്ഷാമേ എന്നുള്ളത് ആപ്കി പ്രതീക്ഷാമേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ മാതാപിതാ ബഡോ ബായിക്ക് അവർക്ക് കൊടുക്കാം. ആപ്കെ ഹാ മാനേക്ക് പ്രതീക്ഷാമേ, നിങ്ങളിവിടെ വരുമെന്ന് പ്രതീക്ഷയിലൂടെ. അത് കോമൺ അല്ലടാ, കാരണം കത്തയക്കണം ദൂരെയുള്ള വ്യക്തികൾക്കാവുമല്ലോ. അപ്പം നിങ്ങളിവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദരണീയ ഗുരുജി സാദർ പ്രണാം എന്ന് പറയാം അല്ലെ. മേ ആപ്ക ആശ്വാദ് ചാത്തി ഹും സധന്യവാദ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണടാ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുള്ളൂടെ നമ്മുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ. വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മക്കൾ ഓരോ ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിളായിട്ട്, ഇനി അത് പത്രം ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, ഇനി ആസ്വാദന ടിപ്പണി ആയിക്കോട്ടെ, ഇനി ആത്മകഥാംശം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി മിസ്സിക്ക് ആ ചാപ്റ്റർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇത് എഴുതി വയ്ക്കുക, ഫോർമാറ്റ് എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. എൻ്റെ മക്കളോട് എല്ലാവരോടും ആയിട്ട് പറയാണ്, ഇത്രയേ ഉള്ളൂ ഈ പത്രലേഖനം എന്ന് പറഞ്ഞാൽ. വേറെ കടുകട്ടിയിട്ടുള്ള ഒരു വിധയൊന്നുമല്ല. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത്രയും മിസ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് 6:30 തകർക്കാടാം. 6:30 എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മെയിൻ കാര്യങ്ങൾ. ഇനി എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നുമില്ല. എക്സ്പ്ലനേഷനൊക്കെ മിസ് അതും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വീഡിയോയിൽ.
ഓക്കെ, അതൊക്കെ നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ആ ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാ, നമ്മുടെ 12 ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ മിസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പോയി നോക്കൂ എജ്യൂപോർട്ടിൻ്റെ നമ്മുടെ ഈ ഒരു ചാനലിൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 6:30 തകർക്കാം. എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരിക. ഓക്കെ, 6:30 തകർക്കാതെ നമുക്ക് നാളത്തെ എക്സാം പൊടിക്കാം നമുക്ക്. ഓക്കെ, 80-80 മാർക്ക് വാങ്ങാം. ഓക്കെ ഓക്കെ മക്കളെ, ധന്യവാദ്.